ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഓക്കെ, നമ്മുടെ സാധാരണ സൺഡേയ്സിലുള്ള പോലത്തെ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സൺഡേയിൽ നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സൺഡേയിൽ നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. എങ്ങനെ ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്വിംഗ് ഹൈ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ആ ട്രെൻഡിനൊപ്പം നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് ലോസ് കുറച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നാണല്ലോ. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ട്രെൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഒന്ന് അപ്പ് ട്രെൻഡ് ഉണ്ട്, ഒന്ന് ഡൗൺ ട്രെൻഡ് ഉണ്ട്, ഒന്ന് കൺസോൾട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഈ അപ്പ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നു. എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ലോ, ഹൈ ലോ അല്ലെങ്കിൽ ലോ ഹൈ, ആ ഒരു സിനാരിയോയിലാണ് മാർക്കറ്റ് എപ്പോഴും പോകുന്നത്. ഒരിക്കലും ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല മാർക്കറ്റിൽ. അതായത് ഒരു ഒറ്റ ഡയറക്ഷനോട്ട് ഒരു ഡൗൺ പോലും തരാതെ നമുക്കൊരു മാർക്കറ്റ് അങ്ങനെ അത് ആക്ച്വലി അങ്ങനെ ചെറിയ പോയിൻറ്റ്സിൽ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് മൊമെൻ്റ് എന്നാണ്. ഓക്കെ, പക്ഷേ എന്നാലും നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് പോവുകയാണെന്നെങ്കിൽ ഒരു ഹൈ അല്ലെങ്കിൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ട്രെൻഡിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോഴും നമുക്ക് ആ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ ബ്രേക്ക് ആകുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു ട്രെൻഡ് ചേഞ്ച് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓക്കെ, ഇതാണ് 3 ടൈപ്പ് ഓഫ് മാർക്കറ്റിലെ ട്രെൻഡ് നമുക്ക് വരുന്നത്. ഓക്കെ, ഒന്ന് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ഹൈ, ഓക്കെ, ഒരു ലോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ലോ, ഓക്കെ, ഒരു ലോ, പിന്നെ നമുക്ക് ഒരു ഹൈ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് പോകുന്നത്. ഹൈ ട്രെൻഡ് പോകുന്നത്, അപ്പ് ട്രെൻഡ് പോകുന്നത്. ഓക്കെ, ഒരു ഹൈ, ലോ, പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഏതാണ്? ഓക്കെ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ലോ വരും, പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഹൈ വരും, പിന്നെ ഒരു ലോ വരും, പിന്നെ നമുക്കൊരു ഹൈ വരും. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോകുന്നത്. അതായത് ഒരു അപ്പ് ട്രെൻഡിലുള്ള മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോകുന്നതെന്ന് പറയുന്നത് ഒരു ലോ ഹൈ ലോ ഹൈ ലോ ഹൈ എന്നാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഹൈ ഫോർമേഷനിലാണ് പോകുന്നത്. ഹയർ ലോ ഫോർമേഷനിലാണ് പോകുന്നത്. അതായത് പ്രീവിയസ് സ്വിംഗ് ലോയെക്കാട്ടിൽ ഒരു അപ്പ് സൈഡിലായിരിക്കും അടുത്ത ഒരു സ്വിംഗ് ലോ വരുന്നത്. ആ ഒരു രീതിയിലുള്ള ട്രെൻഡാണ് നമുക്ക് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ ഒരു സ്വിംഗ് ലോ ഉണ്ട്. ആ സ്വിംഗ് ഹൈക്കും സ്വിംഗ് ലോയ്ക്കും അകത്ത് തന്നെ കൺസോൾട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് വീണ്ടും ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് നമ്മൾ പറയുന്നത് എന്താണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം മെയിനായിട്ട് ഞാൻ അടുത്ത ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹൈ നിന്നാണ് മാർക്കറ്റ് ഫോൾ ആകുന്നത്. ഓക്കെ, ഓക്കെ, ഒരു ഹൈ നിന്നാണ് മാർക്കറ്റ് ഫോൾ ആകുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്വിംഗ് ഹൈ എന്തായാലും നമുക്ക് ഉണ്ട്, സ്വിംഗ് ഹൈ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത എന്താണ് ഒരു ലോ ഉണ്ട്, അതായത് ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആവും. ഓക്കെ, സ്വിംഗ് ലോ ക്രിയേറ്റ് ആവും. ഇനി അടുത്ത എന്താണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നത്, അടുത്ത ഒരു ലോവർ ഹൈ ഫോർമേഷൻ ആവും, പിന്നെ ഒരു ലോവർ ലോ. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ. ഈ ഒരു സിനാരിയോയിൽ മാർക്കറ്റ് വരുന്ന ട്രെൻഡിനെ കുറിച്ച് പറയുന്ന പേരെന്താണ്? ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ നമ്മളൊരു ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സിനാരിയോയിലാണോ ചാർട്ടിൽ നമുക്ക് കാണുന്നത്? നമുക്ക് തിയററ്റിക്കലി പറയുമ്പോഴത്തേക്കിന് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ലോ ഹൈ ലോ ഹൈ ലോ ഹൈ അപ്പ് ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൗൺ ട്രെൻഡ്. അപ്പോൾ നമുക്കൊരു ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് ചാർട്ടിൽ അനലൈസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഡിഫിക്കൽട്ടാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തിയററ്റിക്കലി നമുക്ക് എളുപ്പമായിട്ട് തോന്നിക്കഴിഞ്ഞാലും ഒരു ചാർട്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഏതാണ് ഹൈ ഏതാണ് ലോ എന്നൊക്കെ മനസ്സിലാകാൻ. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് പോകുന്നതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെയിം സിനാരിയോനാണ് നമുക്ക് ഡൗൺ ട്രെൻഡിലും വരുന്നത്, ഒരു അപ്പ് ട്രെൻഡ് വരുന്നത്. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ്, ഇതാണ് ഒരു അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പ് ട്രെൻഡ് വരുന്നത്. അപ്പം ഇത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വരുന്നത്. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ്സ് ആക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം. നമുക്ക് ഈ താഴത്തെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഒരു 3 മിനിറ്റ്സ് ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഡയഗ്രാം. ഓക്കെ, 3 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലെ ഒരു ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പ് ട്രെൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെയിം സിനാരിയോനാണ് നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിലും വരുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പ് ട്രെൻഡിലെ കാര്യം പറഞ്ഞു പോകാം. ഡൗൺ ട്രെൻഡ് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 15 മിനിറ്റ്സിലെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു സ്വിംഗ് ലോ, അതായത് അപ്പ് ട്രെൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ലോ ഫോമായി, ഓക്കെ, ഒരു ഹൈ ഫോമായി, അടുത്തൊരു സ്വിംഗ് ലോ, അടുത്തൊരു സ്വിംഗ് ഹൈ, അടുത്തൊരു സ്വിംഗ് ലോ, അടുത്തൊരു സ്വിംഗ് ഹൈ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 15 മിനിറ്റ്സിലൊരു അപ്പ് ട്രെൻഡ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 15 മിനിറ്റ്സിൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അതായത് അപ്പ് ട്രെൻഡ് പോകുന്ന ഒരു ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ഏത് പോയിന്റിൽ നമ്മൾ ബൈ എടുക്കും? ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് പോയിന്റിൽ നമ്മൾ ബൈ എടുക്കും? അപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്നത് എന്താണ്, സിംഗ്ലോയുടെ അടുത്ത് വല്ലതും അല്ലെങ്കിൽ സിംഗ്ലോ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക്, അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് SL ഹിറ്റ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, വളരെ കൂടുതലാണ്. ഇതിപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 15 മിനിറ്റ്സിൽ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് 3 മിനിറ്റ്സിലോട്ട് വരികയാണ്. അപ്പോൾ 3 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഏകദേശം ഇതുപോലെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിലെ ഒരു സ്വിംഗ് ലോ ആണിത്, 15 മിനിറ്റ്സിലെ സ്വിംഗ് ഹൈ, 15 മിനിറ്റ്സിലെ സ്വിംഗ് ലോ, 15 മിനിറ്റ്സിലെ സ്വിംഗ് ഹൈ, 15 മിനിറ്റ്സിലെ സ്വിംഗ് ലോ, 15 മിനിറ്റ്സിലെ സ്വിംഗ് ഹൈ. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്. ഇത് നമ്മൾ എങ്ങനെ 3 മിനിറ്റ്സിൽ അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് മെയിനായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ വരുന്നത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറയുന്നത്, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു സ്വിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ പ്രീവിയസ് ക്യാൻഡലിനെ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. ഈ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ കളർ ഏത് വേണമെങ്കിലും ആകാം കേട്ടോ, റെഡ് ആകാം അല്ലെങ്കിൽ ഗ്രീൻ ആകാം. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ കളർ ഏത് വേണമെങ്കിലും ആകാം, റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ആകാം. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിൽ നമുക്ക്, അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒന്ന് സ്വീപ്പ് ചെയ്ത്, അതായത് അവിടുത്തെ ആ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഫോം അയക്കുന്ന ഒരു ക്യാൻഡിലെയാണ് നമ്മൾ ആ ഒരു പോയിൻ്റ് പറയാൻ പറ്റുന്ന ഒരു പേരാണ് എന്താണ്, ഒരു സ്വിംഗ് ഹൈ. ഓക്കെ, ഈ പറയുന്ന പേരെന്താണ്, സ്വിംഗ് ഹൈ. അതായത് ഈ 3 അതായത് ഇപ്പോൾ അപ്സൈഡിലോട്ട് വരുന്ന ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ആവുന്നു. ഓക്കെ, ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ആവുന്നു. അപ്പോൾ നമുക്ക് ഏത് സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കാം, ഈ ഒരു പോയിൻ്റ് സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒരു സ്വിംഗ് ലോ എങ്ങനെ എടുക്കാം? ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡൗൺ ട്രെൻഡിൽ വരുന്ന, അതായത് ഡൗൺ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു റെഡ് ക്യാൻഡിലിനെ നമ്മുടെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ ഒരു ലോ സ്വീപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഒരു ലോ സ്വീപ്പ് ചെയ്യുക. ഓക്കെ, സ്വീപ്പ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു പുൾ ബാക്ക് തരുമ്പോഴത്തേക്കിന് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് പറയുന്നത് എന്താണ്, സ്വിംഗ് ലോ. ഓക്കെ, മനസ്സിലായോ? സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ആ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ആവുന്നു. ആ ഒരു ക്യാൻഡിലിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിന് പറയുന്നത് എന്താണ്, സ്വിംഗ് ഹൈ. സ്വിംഗ് ലോ എന്താണ്, നമ്മുടെ അതായത് ഡൗൺ ട്രെൻഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു റെഡ് ക്യാൻഡിലിനെ, ആ ഒരു റേഞ്ചിലുള്ള ക്യാൻഡിലിനെ ലോ സ്വീപ്പ് ചെയ്തിട്ട് നല്ലൊരു പുൾ ബാക്ക് തരുന്ന ഒരു ക്യാൻഡിൽ. ഓക്കെ, നല്ലൊരു പുൾ ബാക്ക് തരുന്ന ഒരു ക്യാൻഡിൽ.
നമ്മുടെ ഇവിടെ പുൾ ബാക്ക് തരുന്ന ഒരു ക്യാൻഡിൽ. എന്നിട്ട് ആ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, ആ പുൾ ബാക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്കൊരു സ്വിങ് ലോ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സ്വിങ് ഹൈ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്കൊരു സ്വിങ് ലോ അല്ലെങ്കിൽ സ്വിങ് ഹൈ കൺസിഡർ ചെയ്യുന്നത്. ഈ സെയിം സിനാരിയോ തന്നെയാണ് എന്താണ് ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റിലും. ഓക്കെ, ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റിലും അപ്പ് ട്രെൻഡിൽ വരുന്ന മാർക്കറ്റിലും ഈ ഒരു സെയിം ഫിനോമിനയാണ്. ഓക്കെ, ഒരു സ്വിങ് ലോ അല്ലെങ്കിൽ സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോകുന്ന ഒരു ട്രെൻഡിൽ ഒരു സ്വിങ് ഹൈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവുന്നത് എന്താണ്, ആ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ട് ക്ലോസ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ് സ്വിങ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്വിങ് ലോ എന്ന് പറയുന്നത് ഒരു ഫോളിങ്, അതായത് ഡൗൺ സൈഡിലോട്ട് വരുന്ന ഒരു ക്യാൻഡിൽ. ഓക്കെ, ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്ത് നല്ലൊരു പുൾ ബാക്ക് തരുന്ന ഒരു ക്യാൻഡിൽ ഫോം ആവുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു പുൾ ബാക്ക് തരുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു ക്യാൻഡിൽ ഫോമായിട്ട് നിൽക്കുക. ഇതിന് പറയുന്നത് എന്താണ്, ഒരു സ്വിങ് ലോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വരുമ്പോഴത്തേക്കിന് എന്താണ്, ഓക്കെ 15 ഞാൻ ഒന്ന് സൂക്ഷിച്ചത്. ഓക്കെ 15 മിനിറ്റ്സിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, ഒരു ലോ ഹൈ ലോ ഹൈ ലോ ഹൈ, അങ്ങനെയാണ് മാർക്കറ്റ്. നമ്മൾ 3 മിനിറ്റ്സിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് വരുന്നത്, ഇങ്ങനെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമുക്ക് വേറൊരു കാര്യം വരുന്നത് എന്താണ്, നമുക്ക് അപ്പ് ട്രെൻഡിലോട്ട് വരുമ്പോഴത്തേക്കിന് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് വരുന്നു. ഓക്കെ, ആ ഒരു ട്രെൻഡ് ചേഞ്ച് ആവുന്നത് നമുക്ക് എപ്പോഴാണ്, ആ ഒരു പ്രീവിയസ് സ്വിങ്ങിലോ സ്വീപ്പ് ആവുമ്പോഴാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ട്രെൻഡ് ചേഞ്ച് ആവുകയാണ് എന്നാണ് പറയുന്നത്. ഇതിന് പറയുന്ന ഒരു പേരാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ? ഓക്കെ, SMCയിൽ CHOCH എന്ന് പറയും. ഓക്കെ, CHOCH ഓക്കെ എന്ന് പറയും. നമുക്ക് അപ്പ് ട്രെൻഡിലായിക്കൊണ്ട് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വിങ് ഹൈയെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു സ്വിങ് ഹൈ ഫോം ആകുമ്പോൾ നമ്മൾ ഈ ഒരു പോയിൻറ്റിന് പറയുന്നത് എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അതായത് സ്ട്രക്ചർ ബ്രേക്കായി. ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും വരുന്നത്. പിന്നെ അപ്പോൾ ഡൗൺ ട്രെൻഡിലുള്ള സാധനം അപ്പ് ട്രെൻഡിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, അപ്പ് സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പ് സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പ് സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പഠിച്ചു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ പഠിച്ചു, ഒരു സ്വിങ് ലോ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് പഠിച്ചു. ഓക്കെ, ഒരു സ്വിങ് ഹൈ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റിൽ. ഓക്കെ, ഒരു സ്വിങ് ഹൈയിൽ എങ്ങനെയാണ്, സ്വിങ് ലോ എങ്ങനെയാണ്, അപ്പ് ട്രെൻഡാണ് മാർക്കറ്റിൽ, ഡൗൺ ട്രെൻഡിലാണ് എങ്ങനെയാണ് മാർക്കറ്റ്, കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ എങ്ങനെയാണ്. ഓക്കെ, അപ്പ് ട്രെൻഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്ങനെയാണ്, ഡൗൺ ട്രെൻഡിൽ ഡൗൺ ട്രെൻഡിലും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇനിയും ജസ്റ്റ് ഒന്ന് ചാർട്ടിലൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ചാർട്ടിൽ അനലൈസ് ചെയ്യാം. അപ്പം നമുക്ക് മെയിനായിട്ട് വരുന്നത് എന്താണ്, ഓക്കെ ഒരു ഓക്കെ നമുക്ക് ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിൻറ്റിലോട്ട് വന്നു. ഓക്കെ, ഒരു സ്വിങ് ഹൈ നോക്കിയേ, ഈ ഒരു പോയിൻ്റ് സ്വീപ്പ് ചെയ്തിട്ടില്ല, ഈ ഒരു പോയിൻ്റ് ഹൈ ബ്രേക്ക് ചെയ്തു, സ്വീപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി കണ്ടോ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, നമുക്കിത് വരയ്ക്കാൻ പറ്റുന്നത് കണ്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്.
ഓക്കെ. അപ്പം നാളെ മുതൽ നാളെ മൺഡേ ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ലെവൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു 30-ാം തീയതി US ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഫെഡ് മീറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ഈവൻറ്റിനെ കുറിച്ച് നമുക്ക് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ് എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചാർട്ടിൽ നിങ്ങൾ തന്നെ ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ നോക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ലോ നോക്കിയേ, കണ്ടോ, ഇതൊരു ഹൈ കണ്ടോ, മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ക്ലിയറായോ? നമ്മളിങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഡീൽ എഡ്യൂക്കേഷൻ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം